ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ലോക പരിസ്ഥിതി ദിന ക്വിസ് 2026 പാർട്ട് 5 ആണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 15 പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നോക്കുന്നത്. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: വാഹനങ്ങളിൽ നിന്നുള്ള പുക പരിശോധനയ്ക്ക് ശേഷം നൽകുന്ന സർട്ടിഫിക്കറ്റ് ഏതാണ്? ഉത്തരം PUC. അതിൻ്റെ ഫുൾ ഫോം ആണ് പൊല്യൂഷൻ അണ്ടർ കൺട്രോൾ. ഇനി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ: ലോക സമുദ്ര ദിനം എന്നാണ്? ഉത്തരം ജൂൺ 8 ആണ്. ജൂൺ 8. ഇനി നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. തേർഡ് ക്വസ്റ്റ്യൻ: ലോക മണ്ണ് ദിനം എന്നാണ്? ഉത്തരം ഡിസംബർ 5 ആണ്. ഡിസംബർ 5. ഇനി നമുക്ക് നാലാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഫോർത്ത് ക്വസ്റ്റ്യൻ: ഗ്രീൻപീസ് എന്ന അന്താരാഷ്ട്ര സംഘടനയുടെ ആസ്ഥാനം എവിടെയാണ്? ഉത്തരം ആംസ്റ്റർഡാം, നെതർലാൻഡ്. ഇനി നമുക്ക് അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ: ലോകത്തിലെ ആദ്യത്തെ സൗരോർജ വിമാനത്താവളം ഏതാണ്? ഉത്തരം കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. ഇനി നമുക്ക് ആറാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. സിക്സ്ത് ക്വസ്റ്റ്യൻ: ഭൂമിയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകം ഏതാണ്? ഉത്തരം നൈട്രജൻ ആണ്. 78% നൈട്രജൻ. ഇനി നമുക്ക് ഏഴാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. സെവൻത്ത് ക്വസ്റ്റ്യൻ: ഭൂമിയിലെ ഏറ്റവും ചൂടുള്ള പ്രദേശം ഏതാണ്? ഉത്തരം ഡെത്ത് വാലി, അമേരിക്ക. ഇനി നമുക്ക് എട്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. എയ്ത്ത് ക്വസ്റ്റ്യൻ: നമ്മുടെ ഭൂമിയുടെ ശരാശരി താപനില എത്രയാണ്? ഉത്തരം 15 ഡിഗ്രി സെൽഷ്യസ്. ഇനി നമുക്ക് ഒമ്പതാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. നയൻത്ത് ക്വസ്റ്റ്യൻ: 2025 പരിസ്ഥിതി ദിനത്തിൻ്റെ ഔദ്യോഗിക രാജ്യം ഏതായിരുന്നു? ഉത്തരം സൗത്ത് കൊറിയ. ഇനി നമുക്ക് പത്താമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. 10th ക്വസ്റ്റ്യൻ: 2025 പരിസ്ഥിതി ദിനത്തിൻ്റെ പ്രധാന പ്രമേയം എന്തായിരുന്നു? ഉത്തരം പ്ലാസ്റ്റിക് മലിനീകരണം അവസാനിപ്പിക്കുക. ഇനി നമുക്ക് 11ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. 11th ക്വസ്റ്റ്യൻ: ഇന്ത്യയിലെ മൊത്തം രാംസർ സൈറ്റുകളുടെ എണ്ണം എത്ര? ഉത്തരം 85. ഇനി നമുക്ക് 12ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. 12th ക്വസ്റ്റ്യൻ: സൗരോർജം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രാമം ഏതാണ്? ഉത്തരം മൊധേര, ഗുജറാത്ത്. ഇനി നമുക്ക് 13ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. 13th ക്വസ്റ്റ്യൻ:
ഇന്ത്യയിലെ ആദ്യത്തെ പരിസ്ഥിതി സൗഹൃദ റെയിൽവേ സ്റ്റേഷൻ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ഗുവാഹത്തി, ആസാം. ഇനി നമുക്ക് 14ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. 14th ക്വസ്റ്റ്യൻ. ഒരു പ്ലാസ്റ്റിക് കുപ്പി മണ്ണിൽ അലിഞ്ഞു ചേരാൻ ഏകദേശം എത്ര വർഷം എടുക്കും? ഉത്തരം 450 വർഷം, 450 ഇയർ. ഇനി നമുക്ക് 15ാമത്തെ അവസാന ചോദ്യത്തിലേക്ക് കടക്കാം. ഏറ്റവും കൂടുതൽ സൗരോർജം ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഉത്തരം രാജസ്ഥാൻ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളുടെ പരിസ്ഥിതി ദിന ക്യൂസ് പാർട്ട് 5 ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ പാർട്ട് 1, 2, 3, 4 എന്നിവർ കാണാത്തവരാണെങ്കിൽ അത് വേഗം പോയി കാണുക. പിന്നെ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. പാർട്ട് 6 ഉടൻ വരുന്നതായിരിക്കും. Thank you for watching.